Hi everyone, Business Buzz Plusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ചില വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ആപ്സ് ആണ്. ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് വീട്ടമ്മമാർക്ക് എസ്പെഷ്യലി പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ ഇല്ലാതെ എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ലെജിറ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജസ് വരാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ കൂടിയാണിത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യുന്നത് പോലെ തന്നെ അത്രയും സീരിയസ് ആയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഒരു ജോലി ചെയ്ത് ഏൺ ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ പേഴ്സണലി എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് റീസെല്ലിംഗ് ആണ്. റീസെല്ലിംഗ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമൊന്നുമല്ല, പക്ഷേ മീഷോ ആണ് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ളൊരു ആപ്പായിട്ട് പൊതുവെ പറയാറുള്ളത്. പക്ഷേ അതിന് പുറമേയും നമുക്ക് വെബ്സൈറ്റ്സ് ഉണ്ട്. പക്ഷേ ലെജിറ്റ് ആയിട്ടുള്ള, അതായത് ലീഗലി നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള കുറച്ച് എണ്ണം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവേ റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി പുതിയതായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഇതൊക്കെ അത്ര വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്താൽ പോരെ, എന്തിനാണ് ഒരു റീസെല്ലിംഗ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള നോളജും വേണ്ടതില്ല. ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ എന്താണോ കാണിക്കുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഫണ്ട് നിങ്ങൾ ആദ്യം തന്നെ 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ പേ ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ആപ്സിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങളുടെ പരിചയക്കാർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ വാട്സാപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഈ പ്രൊഡക്ട്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള ആപ്സ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പ്രൊഡക്ട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റ്സിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വെബ്സൈറ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മീഷോ ആണ്. അപ്പോൾ മീഷോയിൽ പ്രൊഡക്ട്സ് കയ്യിലുള്ള കുറച്ച് സെല്ലേഴ്സ് അവരുടെ പ്രൊഡക്ട്സ് എല്ലാം ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സ് നിങ്ങളാണ് ഇവിടെ റീസെല്ലർ അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട്, ഈ പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു കമ്മീഷൻ ഏൺ ചെയ്യാം. ആ ഒരു കമ്മീഷനാണ് നിങ്ങളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റഡ് ബെഡ്ഷീറ്റ്, അതായത് എലാസ്റ്റിക് എഡ്ജിൽ വരുന്ന തരത്തിലുള്ള ബെഡ്ഷീറ്റ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഏകദേശം ഇത്ര രൂപയ്ക്ക്, അതായത് കുറഞ്ഞ റേറ്റ് ആയിരിക്കും. ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി കുറഞ്ഞ റേറ്റിലായിരിക്കും നിങ്ങൾക്കിത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്കും കൂടി ഓർഡർ ചെയ്ത് തരോ, അല്ലെങ്കിൽ എനിക്കും അത് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്കായിട്ട് നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു കമ്മീഷൻ ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആപ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട്, അതായത് ഈ ഒരു പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, പ്രൊഡക്റ്റിൻ്റെ ഇമേജസ്, ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ പേജ് നിങ്ങളുടേതായിട്ട് ഒരു സെപ്പറേറ്റ് നെയിമിൽ പേജ് ഉണ്ടാക്കിയിട്ട് ആ പേജിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സെല് ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് എത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരമാവധി എൻക്വയറീസ് ഉണ്ടാക്കാം. അങ്ങനെ അത് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡ് തന്നെയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പ്രൊഡക്ട്സ് ഒന്നും തന്നെ വെക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ 0 പ്രൊഡക്ട്സ് ആണുള്ളത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് വേണ്ടിയിട്ട് സെല്ലറിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ
നിങ്ങളുടെ ബയ്യറിൻ്റെ, അതായത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഓർഡർ ചെയ്യുന്നത് ആ ആളുടെ അഡ്രസ്സിലേക്കായിരിക്കും പ്രൊഡക്റ്റ് അയക്കുന്നത്. അപ്പോൾ നിങ്ങളല്ല അയക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല, സെല്ലർ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബയ്യറിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബയ്യർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ ആപ്സും വർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്ന ആപ്പ് എന്ന് പറയുന്നത് മീഷോ ആണ്. മീഷോ എന്ന് പറയുന്നത് അത്രമേൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു റീസെല്ലിംഗ് ആപ്പ് തന്നെയാണ്. നിങ്ങളുടെ ഒരുപാട് പേര് ഓൾറെഡി മീഷോനെ പറ്റി അവെയർ ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ഇത് റീസെല്ലിങ്ങിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിയാത്തവർക്കായിട്ട് ഇന്ന് വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് ഈ ഒരു റീസെല്ലിംഗ് പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ Meesho.com വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ്, അതായത് ഓരോ വെബ്സൈറ്റും ഇന്ന പ്രൊഡക്റ്റ് കാറ്റഗറീസിനുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്ട്സാണ് അവർ വെബ്സൈറ്റ് മുഖാന്തരം വിൽക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ വേരിയേഷൻസ് വരാം. എല്ലാവരും ഒന്നും ചിലപ്പോൾ ഗ്രോസറി കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് സെല് ചെയ്തോളണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ ബയേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് അയക്കാനായിട്ട് വിൽക്കാനായിട്ട് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ്സിലൂടെ തന്നെ ഇൻസ്റ്റൻ്റ്ലി ഒരു ക്ലിക്കോട് കൂടി തന്നെ നിങ്ങൾക്കത് വെബ്സൈറ്റിൽ ഗ്രൂപ്പിൽ കൊണ്ടിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ വെബ്സൈറ്റ്സ് എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോം ആൻഡ് കിച്ചണിൽ കാറ്റഗറീസിൽ ഉള്ള പ്രൊഡക്ട്സ് മാത്രം ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി അങ്ങനെ സെല് ചെയ്യാം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു റീസെല്ലർ ആവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജനറിക് ആയിട്ട് എല്ലാ പ്രൊഡക്ട്സും ചെയ്യുന്ന ഒരു റീസെല്ലറും ആവാം. അതെല്ലാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സെല്ലിങ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എലാസ്റ്റിക് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 338 രൂപയാണ്. അപ്പോൾ ഇത് ഡെയിലി ഡീൽ, അതായത് ഏകദേശം 17 മണിക്കൂർ മാത്രമാണ് ഇനി ഈ ഒരു ഡീലുള്ളത്. ഇതിൻ്റെ യൂഷ്വൽ പ്രൈസ് എന്ന് പറയുന്നത് 374 രൂപയാണ്. അപ്പോൾ നമുക്ക് 338 രൂപയ്ക്ക് ഇത് നിലവിലിപ്പോൾ ഏതെങ്കിലും ഒരു ബയറിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും, നിങ്ങളിപ്പോൾ ഇത് സ്റ്റാറ്റസ് വെക്കുകയാണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്യുകയാണ്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻക്വയറി വരികയാണ്, ഒരാൾ പറയുകയാണ് എനിക്കിത് ഓർഡർ ചെയ്ത് തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കായിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആഡ് ടു കാർട്ട് അടിക്കാം, അല്ലെങ്കിൽ ബൈ നൗ അടിക്കാം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് OTP വന്നിട്ടുണ്ടാവും. ആ OTP നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ലോഗ്ഡ് ഇൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം. പ്രൊഡക്റ്റ് ഈസ് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നമുക്ക് ഗോ ടു കാർട്ട് അല്ലെങ്കിൽ ബൈ നൗ ഓപ്ഷൻ അടിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് എൻ്റെ കാർട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്യാണ് തൽക്കാലത്തേക്ക്. അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ മാത്രമാണ് നിങ്ങളുടെ ബയർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂ ഓപ്ഷൻ അടിക്കാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് അഡ്രസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബയറിൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ആഡ് ന്യൂ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബയറിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം, അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ മീഷോയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓർഡേഴ്സ് പ്ലേസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി അറിയാത്തവർക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ കസ്റ്റമറിന് അല്ലെങ്കിൽ ബയ്യർക്ക് പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യപ്പെടുന്നത് അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് അന്നേരം കൊടുത്താൽ മതി എന്നാണ് അവരുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ട്, അതായത് ഓൾറെഡി അവർ ക്യാഷ് അയച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് ഓൾറെഡി മീഷോയ്ക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പേ ചെയ്തതിന് ശേഷം അത് ഡെലിവറി ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും തന്നെ പേ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ഓൾറെഡി പേ ചെയ്ത പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പ്രീപെയ്ഡ് ഓർഡർ എന്ന് പറയും. ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീപെയ്ഡ് ഓർഡർ എന്ന് പറയും.
അപ്പോൾ മീഷോ ഒക്കെ പോലെയുള്ള ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമേഴ്സിന്, അതായത് ഏതൊരു സാധാരണ ആൾക്കും ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന രീതിയിലും ആണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു റീസെല്ലർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്മീഷൻ ഏൺ ചെയ്യുന്ന രീതിയിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒരു റീസെല്ലിംഗ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസെല്ലിംഗ് ദി ഓർഡർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ യെസ് സെലക്ട് ചെയ്യാം. ഇനി അതല്ല ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു നോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 344 രൂപയാണ്. അതായത് 374 രൂപ പിന്നെ ഡിസ്കൗണ്ട് 30 രൂപയും കൂടെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 344 രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 344 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ അടുത്ത്, നിങ്ങളുടെ ബയറിൻ്റെ അടുത്ത് നിങ്ങൾ പറയുന്നത് 500 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് മാർജിൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10% എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്കോപ്പ് ഈ ഒരു പ്രൊഡക്റ്റിന് കാണുന്നുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർജിൻ കൂട്ടിയിടാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഞാനൊരു 500 രൂപയാണ് ക്യാഷ് ടു ബി കളക്റ്റഡ് ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 156 രൂപയാണ് എൻ്റെ മാർജിൻ എന്ന് പറഞ്ഞ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 500 രൂപയായിരിക്കും നിങ്ങളുടെ ബയർക്ക് വരുന്ന ഫൈനൽ പ്രൊഡക്റ്റിൽ വരുന്ന ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം വരുമോ എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. അതിനനുസരിച്ച് തന്നെയാണ് ഈ ആപ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മാർജിൻ വേണ്ടതെന്ന് വെച്ചാൽ ക്യാഷ് ടു ബി കളക്റ്റഡ് എന്ന കോളത്തിൽ നിങ്ങൾക്കത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 500 കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് 600 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, അതിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്രസ്സും അതുപോലെ തന്നെ എമൗണ്ട് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് പ്ലേസ് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണ് മാർജിൻ ഏൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഡെലിവറി അഡ്രസ്സിൻ്റെ മുകളിലായിട്ട് എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആവുന്നതാണ്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് തന്നെ പേയ്മെൻറ്റിൻ്റെ യാതൊരു കാര്യവും വരുന്നില്ല. ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന റീസെല്ലിംഗ് ഓർഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. അത് ഓരോ ആപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എത്ര ദിവസമാണ്, എത്ര ബിസിനസ് ഡേയ്സ് ആണ് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മീഷോയിൽ നിങ്ങൾ റീസെല്ലിംഗ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതേ രീതി തന്നെയാണ് ബാക്കിയുള്ള എല്ലാ റീസെല്ലിംഗ് ആപ്സും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ഷോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഇതാണ് shopsy.in എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഏൺ ചെയ്യാം, യാതൊരു വിധത്തിലുള്ള ടെൻഷൻസും ആ ഒരു കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഷോപ്സി ഉപയോഗിച്ചുകൊണ്ട് റീസെല്ലിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, മീഷോൻ്റെ ആപ്പ് നമ്മൾ എങ്ങനെയാണോ ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ടെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഷോപ്സി എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ആ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്ക്രീൻ ലഭിക്കാം. മീഷോയുടെ പോലെ തന്നെ നിങ്ങൾക്ക് സെൽ ചെയ്യാവുന്ന പ്രൊഡക്റ്റ് കാറ്റഗറീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മീഷോനേക്കാളും പ്രൈസ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 45 രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്ട്സ്, 95 രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മീഷോയിലെ പോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊഡക്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ ഇതാണ് സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഗോ ത്രൂ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ബയറിൻ്റെ പിൻകോഡിൽ അത് സർവീസബിൾ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് പിൻകോഡിൻ്റെ ഓപ്ഷനിൽ. അതിനുശേഷം നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ താഴെയായിട്ട് റീസെല്ലിംഗ് ദിസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്തതിന് ശേഷം
മീഷോയിലെ പോലെ തന്നെ ഫൈനൽ പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 45 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 85 രൂപയാണ് നിങ്ങളുടെ ബയറിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 85 സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റം വിൽക്കുന്നത് വഴി നിങ്ങൾക്ക് 40 രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബയറിൻ്റെ പിൻകോഡ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് ഡെലിവറി പോസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്കിത് പ്രീപെയ്ഡ് ഓർഡർ ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ആയിട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആമസോൺ ടേക്കപ്പ് ചെയ്തിട്ടുള്ള ഗ്ലോറോഡ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ glowroad.com എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്ലോറോഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് ഗ്ലോറോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത ആപ്പ് ഇതുപോലെ ആയിരിക്കും നമുക്ക് മെയിൻ പേജ് വരുന്നത്. നമ്മുടെ കണ്ടിന്യൂ ഇൻ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഗ്ലോറോഡിൻ്റെ ആപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് കാറ്റഗറീസിൽ കൂടെ എല്ലാം ഗോ ത്രൂ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊഡക്ട്സ് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് വേണ്ട ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സെൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പല പ്രൊഡക്ട്സും കാണാം. അതിൻ്റെ താഴെയായിട്ട് വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ കൂടി കാണാം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ഐക്കൺ ഉണ്ട്. ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇമേജസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഷെയർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അലോ കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക് എവിടെയാണ് ഏത് ഗ്രൂപ്പിലാണ് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഷെയർ ഡിസ്ക്രിപ്ഷൻ ഓൺലി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി തന്നെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ആർക്കാന്ന് വെച്ചാൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിൻകോഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവർ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള അഭിപ്രായം പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയും ഡു യു വാണ്ട് ടു റീസെൽ ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിൻ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബയറിനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്യാം. അതിനുശേഷം ബയറിൻ്റെ ഡെലിവറി അഡ്രസ്സ് കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയും ആപ്സാണ് എനിക്കിന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.